സ്വാർത്ഥനായി നീ ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവു നഷ്ടമായാൽ എന്തു ഫലം? യേശുനാഥന്റെ മുന്തിരിത്തോട്ടത്തിൽ വേല ചെയ്യുന്ന ഏവർക്കും യേശുമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭാ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം മത്തായിയുടെ സുവിശേഷം 20-ാം അധ്യായം 1 മുതൽ 16 വരെയുള്ള വാക്യങ്ങളാണ്. മുന്തിരിത്തോട്ടത്തിലെ ജോലിക്കാരുടെ ഉപമയിൽ 3 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രത്യേകമായി മനസ്സിലാക്കുവാൻ സാധിക്കും. ദൈവത്തിൻ്റെ കൃപ, സമത്വം, നന്ദിയുടെ പ്രാധാന്യം. ഒന്നാമതായി ദൈവ കൃപ. ചില പ്രഭാഷണങ്ങൾ ദൈവകൃപയെക്കുറിച്ചും ആളുകൾ അത് എങ്ങനെ ജീവിക്കണമെന്നും കേന്ദ്രീകരിക്കുന്നു. ഉദാഹരണത്തിന്, ദൈവം തങ്ങൾക്ക് എന്തെങ്കിലും കടപ്പെട്ടിരിക്കുന്നുവെന്ന് കരുതി ആളുകളെ വഞ്ചിക്കരുതെന്ന് ഒരു വചന പ്രഘോഷണം കേട്ടിട്ടുണ്ട്. അതിനു പകരം ദൈവകൃപയോടുള്ള നന്ദിയിൽ ശ്രദ്ധ നാം കേന്ദ്രീകരിക്കേണ്ടതുണ്ട്. ദൈവത്തിൻ്റെ കൃപ അത് ദൈവത്തിൻ്റെ നിസ്തുലമായ ദാനമാണ്. അതേറ്റവും സൗജന്യമായ ദൈവീക അനുഗ്രഹമാണ്. അതുകൊണ്ട് ദൈവ കൃപയിൽ നാം ഒരിക്കലും അഹങ്കരിക്കുവാൻ പാടില്ല. നിന്റെ ആരോഗ്യവും നീ ചെയ്യുന്ന തൊഴിലിൽ നിന്നും നിനക്ക് ലഭിക്കുന്ന വേതനവും ഒക്കെയും ദൈവ കൃപയുടെ കാരണങ്ങളാണ്. അതുകൊണ്ട് നമുക്കുണ്ടാകേണ്ട ഏകഭാവം നന്ദിയുടേതാണ്. 2, സമത്വം. എല്ലാ ആളുകളും ദൈവത്തിൻ്റെ ദാനങ്ങൾ സ്വീകരിക്കുന്നവരാണ്. ദൈവം മറ്റുള്ളവർക്ക് ആ സമ്മാനങ്ങൾ നൽകുമ്പോൾ നാം അസൂയപ്പെടേണ്ടതില്ല. ജനങ്ങൾ ലോകത്തെ ദൈവത്തിൻ്റെ കണ്ണിലൂടെ കാണാതെ പോകുന്നത് കൊണ്ടാണ് നമ്മിൽ അസമത്വം ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ നോട്ടങ്ങളും കാഴ്ചകളും ദൈവഹിത പ്രകാരമായി മാറുമ്പോഴാണ് നമ്മുടെ കുറവുകളും നമ്മുടെ നിറവുകളും നമ്മുടെ സമ്പന്നതയും നമ്മുടെ ദാരിദ്ര്യവുമല്ല ദൈവത്തിൻ്റേതെന്ന് നാം തിരിച്ചറിയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനത്തിൻ്റെ തോതും നമുക്ക് ലഭിച്ച പ്രതിഫലത്തിൻ്റെ തോതുമല്ല ദൈവത്തിൻ്റെ മുൻപിൽ നീ നീതിപൂർവം ജീവിച്ച നിന്റെ മനസ്സാക്ഷിക്കൊത്ത ജീവിത അനുഭവമാണ് തൊഴിലും വേതനവും ഒക്കെ ആയി രൂപപ്പെടേണ്ടത്. ചുരുക്കി പറഞ്ഞാൽ ദൈവത്തിൻ്റെ ഔദാര്യത്തിൻ്റെ മുന്നിൽ സമഭാവനയോടുകൂടി നാം ജീവിക്കേണ്ടതുണ്ട് എന്ന് അർത്ഥം. 3-ാമത്തേത് കൃതജ്ഞതയാണ്. ദൈവ കൃപ മറ്റുള്ളവരോട് കാണിക്കുമ്പോഴും ആളുകൾ അതിന് നന്ദിയുള്ളവരായിരിക്കണമെന്ന് പ്രത്യേകം വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. എനിക്ക് ലഭിച്ച തൊഴിലും എനിക്ക് ലഭിച്ച സമ്പത്തും എൻ്റെ ജീവിതത്തിൻ്റെ സർവ്വ സാഹചര്യങ്ങളും ദൈവ കൃപയാലാണ് എനിക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അത് മറ്റുള്ളവരുമായി ഞാൻ താരതമ്യം ചെയ്യാതെ സർവ്വതിലും ദൈവത്തിൻ്റെ കൃതജ്ഞത ദർശിക്കുവാൻ നാം ശ്രമിക്കുമ്പോൾ നമുക്ക് കണ്ടെത്തുവാൻ സാധിക്കുന്ന ഏറ്റവും വലിയ നന്മയുടെ പേരാണ് ആത്മീയ സംതൃപ്തി. ഈ ആത്മീയ സംതൃപ്തി ഇല്ലാത്തത് കൊണ്ടാണ് അവർ പരസ്പരം അസൂയപ്പെടുന്നതും യജമാനനോട് തങ്ങൾ ജോലി ചെയ്ത സമയത്തിൻ്റെ അളവിനെക്കുറിച്ച് പരാതിപ്പെടുന്നതും മറ്റുള്ളവരോട് അസൂയപ്പെടുന്നതും. പ്രിയരെ, നമ്മുടെ നിറവിലും കുറവിലുമല്ല, നമ്മുടെ കാഴ്ചകളിലൂടെയുമല്ല, ദൈവിക കാഴ്ചയിലൂടെ കാണുവാനും ദൈവിക സമൃദ്ധിയിൽ നിലകൊള്ളുവാനും നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. അഹംഭാവമെല്ലാം മാറ്റി ഞാനെന്ന ഭാവം മാറ്റി വന്നിടേണം നീ ദൈവസന്നിധിയിൽ. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ.
സ്വാർത്ഥനായി നീ ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവു നഷ്ടമായാൽ എന്തു ഫലം? സ്വാർത്ഥനായി നീ ലോകം മുഴുവൻ നേടിയെടുത്താലും നിന്റെ ആത്മാവു നഷ്ടമായാൽ എന്തു ഫലം? ദൈവത്തെ മാത്രം നേടിയില്ലെങ്കിൽ നശ്വരമാണ് നിന്റെ നേട്ടമെല്ലാം. നശ്വരമാണ് നിന്റെ നേട്ടമെല്ലാം. ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ടും ദാനമല്ല എന്നതുപോൽ ജീവിക്കുന്നു നീ. എല്ലാം ദൈവത്തിൻ്റെ ദാനമായിട്ടും ദാനമല്ല എന്നതുപോൽ ജീവിക്കുന്നു നീ. ഹൃദയം തുറന്നിടാൻ നന്ദി പറഞ്ഞിടാൻ വന്നിടാത്തതെന്തേ ദൈവസന്നിധിയിൽ? വന്നിടാത്തതെന്തേ ദൈവസന്നിധിയിൽ? ദൈവത്തിൻ്റെ ദാനമല്ലോ ജീവിതം, അതിനാൽ അഹങ്കരിക്കരുതേ നീ മനുഷ്യ.